സിറിയൻ പ്രസിഡന്റായിരുന്ന ബഷർ അൽ അസദ് റഷ്യയിലേക്ക് രക്ഷപ്പെട്ടത് ഇസ്രയേലിന് രാജ്യത്തിൻ്റെ സുപ്രധാനമായ സുരക്ഷാ വിവരങ്ങളെല്ലാം ചോർത്തി കൊടുത്തിട്ടെന്ന് റിപ്പോർട്ട്. റഷ്യയിലേക്ക് അസദിനെ രക്ഷപ്പെടാൻ ഇസ്രയേലും ഇതിന് പകരമായി സഹായം നൽകിയെന്നാണ് പറയുന്നത്. സിറിയയുടെ ആയുധശേഖരങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾ, മിസൈൽ ലോഞ്ചറുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ വിവരങ്ങളാണ് അസദ് ഇസ്രയേലിന് കൈമാറിയത്. ഒരുപക്ഷെ ഇക്കാര്യങ്ങളിൽ എല്ലാ രേഖകളും കൈവശപ്പെടുത്തിയ ഇസ്രയേലിനെ സിറിയയിൽ ആഞ്ഞടിക്കാനും അവരുടെ ആയുധ സംഭരണ കേന്ദ്രങ്ങളും നാവിക താവളങ്ങളും എല്ലാം വളരെ കൃത്യമായി തകർക്കാനും കഴിഞ്ഞതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സിറിയയിലെ ലതാക്കിയിലുള്ള ഹെമീം വിമാനത്താവളത്തിൽ നിന്ന് റഷ്യയുടെ ഒരു വിമാനത്തിലാണ് അസദ് മോസ്കോയിലേക്ക് രക്ഷപ്പെട്ടു പോയത്. ആ വിമാനത്തെ ആക്രമിക്കാതെ അസദിന് സുരക്ഷിതമായി റഷ്യയിൽ എത്താൻ ഇസ്രയേൽ സൈന്യം സഹായിച്ചു എന്നാണ് കരുതപ്പെടുന്നത്. ഇസ്രയേലിനെ എല്ലാ കാലത്തും ശത്രുപക്ഷത്ത് തന്നെ നിർത്തിയ ഒരു നേതാവായിരുന്നു അസദ്. എന്നാൽ ഈ നിർണായക ഘട്ടത്തിൽ ഇസ്രയേലിൻ്റെ കൂടി സഹായം നേടിയാണ് അസദ് രക്ഷപ്പെട്ടു പോകുന്നത്. അസദ് മോസ്കോയിൽ സുരക്ഷിതമായി എത്തിച്ചേർന്ന് എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് ഇസ്രായേൽ സൈന്യം സിറിയയിൽ ശക്തമായ തോതിൽ ആക്രമണം ആരംഭിച്ചത്. സിറിയയിൽ ആക്രമണം നടത്തി അവരുടെ സൈനിക ശക്തിയെ ഒന്നാകെ തകർക്കാൻ ഇസ്രായേലിന് സാധിച്ചത് അസദ് കൈമാറിയ ഈ രഹസ്യരേഖകളുടെ അടിസ്ഥാനത്തിലാണ്. തുർക്കിയിലെ പ്രമുഖ മാധ്യമപ്രവർത്തകനായ അബ്ദുൽ ഖാദിർ സെൽവിയാണ് ഇക്കാര്യം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. വളരെ വിശ്വസ്തമായ ഒരിടത്ത് നിന്നാണ് തനിക്ക് വിവരം ലഭിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത്. സിറിയയിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് അസദ് ആദ്യമായി പ്രസ്താവന നടത്തിയത്. തന്നെ ചുറ്റും നിന്നവർ പല കാര്യങ്ങളും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്നാണ് അസദിൻ്റെ വിശദീകരണം. അതായത് ഇസ്രയേലിനെ ശത്രുവായി കണ്ടത് തെറ്റി എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. റഷ്യയിലേക്ക് ഒളിച്ചോടാൻ താൻ നേരത്തെ പദ്ധതി തയ്യാറാക്കിയിരുന്നില്ലെന്ന് അസദ് സമൂഹമാധ്യമമായ ടെലിഗ്രാമിലൂടെ വെളിപ്പെടുത്തി. റഷ്യയിൽ അഭയം തേടുന്നതിനെക്കുറിച്ച് ഒരിക്കലും ആലോചിച്ചിരുന്നില്ലെന്നും അത്തരം ഒരു നിർദ്ദേശവും തനിക്ക് മുന്നിൽ വന്നിട്ടുമില്ലെന്നും അസദ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. മോസ്കോയിൽ അഭയം തേടി 9 ദിവസം കഴിയുമ്പോഴാണ് ആദ്യ പ്രതികരണം പുറത്തു വരുന്നത്. പ്രസിഡന്റ് ബഷാറുൽ അസദ് എന്ന പേരിലാണ് പ്രസ്താവന. തീവ്രവാദികൾക്കെതിരെ പൊരുതുക തന്നെയായിരുന്നു ലക്ഷ്യം. വ്യക്തിപരമായ നേട്ടത്തിനായി ഒന്നും താൻ ചെയ്തിട്ടില്ല. രാജ്യം തീവ്രവാദികളുടെ കയ്യിൽ പെട്ടുകഴിഞ്ഞാൽ പദവിയിൽ തുടരുന്നത് അർത്ഥശൂന്യമാണ്. എന്നാൽ സിറിയൻ ജനതയോടുള്ള ബന്ധത്തിന് ഒരു ഇളക്കവും തട്ടില്ല. തൻ്റെ രാജ്യം വീണ്ടും സ്വതന്ത്രമാകുമെന്നാണ് പ്രതീക്ഷയെന്നും അസദ് പറയുന്നു. അതേസമയം അസദിനെ മോസ്കോയിലെത്തിക്കാൻ ചെലവായത് ഏതാണ്ട് $250 മില്യൺ ആണെന്നാണ് കണക്കുകൾ. സർക്കാരിൻ്റെ തന്നെ ചെലവിലാണ് അസദ് രാജ്യം വിട്ടതെന്നും ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. 2 വർഷം കൊണ്ടാണ് ഇത്രയും തുകയുടെ ഇടപാടുകളെല്ലാം നടന്നത്. അസദിൻ്റെ ഭരണകാലത്ത് സിറിയൻ സെൻട്രൽ ബാങ്ക് 2 വർഷത്തിനിടെ മോസ്കോയിലേക്ക് ഏകദേശം 2120 കോടി രൂപ പണമായി അയച്ചതായും റിപ്പോർട്ടിലുണ്ട്. റഷ്യയോടൊപ്പം ഇനി ഇസ്രയേലും അസദിന് പൂർണ്ണ പിന്തുണ നൽകുമോ എന്നാണ് കണ്ടറിയാനുള്ളത്. അങ്ങനെ സംഭവിച്ചാൽ അസദ് സിറിയയിൽ വീണ്ടും അധികാരം പിടിക്കുന്ന കാലവും വിദൂരമല്ല.